അല്ലാഹുമ്മ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരിമാരെ, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ വരേണ്ടതില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, എല്ലാ മുസ്ലിങ്ങളായ പുരുഷന്മാർക്കും മുഅ്മിനീങ്ങളായ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും നീ പുറത്തു കൊടുക്കണേ. ഇത് കഴിഞ്ഞിട്ട് അല്ലാഹുവോട് ദുആരക്കുമ്പോ നമ്മൾ അറിയാറുണ്ടോ മുഅ്മിനെ അതിന്റെ ഗൗരവം? അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇതറിയാത്തവരുണ്ടോ? ഇത് കേൾക്കാത്തവരുണ്ടോ? പക്ഷെ ഇതിന്റെ ഗൗരവാവസ്ഥ അത് ഹൃദയത്തിൽ തട്ടിയിട്ട് ആ നരകത്തിന്റെ ചൂടിൽ വെന്തുരുകാതിരിക്കാൻ അല്ലാഹുവിനോട് ഇമാം ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ലാ തജ്അൽനാ അല്ലാഹുമ്മ ലാ തശ്വി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിന്നാർ ഫഇന്നഹാ ബിഅസദ്ദാർ വബിഅസൽ മസ്വാ വബിഅസൽ ഖറാർ. നരകമെന്നത് ഏറ്റവും മോശമായ ഒരു ഭവനമാകുന്നു. നരകമെന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു വീടാകുന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളെ, ഇനി മുതലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടാകണം. കേവലം യാന്ത്രികമായ ഈ ജീവിതത്തിനിടയിൽ ഇത് വളരെ പ്രാധാന്യമാണ് എന്നും ഇത് സംഭവമാണ് എന്നും നമുക്കറിയണം. മഹാന്മാരായ സ്വഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ പലപ്പോഴും അങ്ങാടികളിൽ നിൽക്കുമ്പോ ഞങ്ങൾക്ക് തോന്നും അല്ലാഹുവിന്റെ റസൂല് വല്ല യുദ്ധത്തിനും ആഹ്വാനം ചെയ്യുകയാണോ? അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് ഓടിപ്പോകും. എന്തിനാണ് നബി ഇത്ര ഉച്ചത്തിൽ സംസാരിച്ചത്? കഅന്നഹു മുൻദിറു ജൈഷിൻ, ഒരു സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ എന്തിനാണ് റസൂലുള്ള സംസാരിച്ചത്? ഞങ്ങൾ അങ്ങനെ പള്ളിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഞങ്ങൾക്ക് നബിയുടെ മുഖം കാണാൻ കഴിയും. അവിടുത്തെ കണ്ണുകൾ ജ്വലിക്കുന്നുണ്ട്, അവിടുത്തെ മുഖം ചുവന്നിട്ടുണ്ട്. അവിടുന്ന് പറയുന്നത് അന്തർത്തുകുമുന്നാർ, കത്തിയാളുന്ന നരകമുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ രക്ഷകന്മാരില്ല. അവിടെ ഭൗതിക ലോകത്ത് നമ്മൾ സ്നേഹിച്ച ഏതെങ്കിലും ഭൗതികന്മാരില്ല. അവിടെ ഏതെങ്കിലും താരങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇഷ്ടപ്പെടുന്നവരോ ഭൗതികമായി താല്പര്യത്തോടെ കാണുന്നവരോ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളോ ഒന്നും ആ നരകത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനുണ്ടാവില്ല. അല്ലാഹ് അവനിലേക്ക് അടുത്ത് ഇബാദത്ത് ചെയ്താൽ, പശ്ചാത്താപത്തോടെ റബ്ബിലേക്ക് നമ്മൾ പോയാൽ, അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിച്ചാൽ, അവിടെയാണ് ആ നരകാഗ്നിയിൽ നിന്ന് മോചിതമാകാൻ കഴിയുന്നത്. സ്വഹാബികൾ അത് പേടിക്കുന്നവരായിരുന്നു. നബി അത് വല്ലാതെ ഭയക്കുന്ന ആളായിരുന്നു. സ്വഹാബികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പലപ്പോഴും ഞങ്ങൾക്ക് മുമ്പിൽ നരകത്തെക്കുറിച്ച് വല്ലാതെ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ള സംസാരിക്കുമ്പോ നരകത്തിന്റെ കാര്യമോതുന്ന ഖുർആനിലുള്ള ആയത്തുകൾ അങ്ങ് പറഞ്ഞാൽ മുത്തുനബി ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങും. പടച്ചവനെ, നരകത്തിന്റെ ഭീകരമായ ലക്ഷ്യങ്ങൾ പറഞ്ഞ്, ആ തീജ്വാലകളെ കുറിച്ച് പറഞ്ഞ്, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് റസൂലുള്ള കരയുന്നത് കണ്ടാൽ ഹത്താ തറഹംനാ അലൈഹി, നബിയോട് ഞങ്ങൾക്ക് കരുണ തോന്നിപ്പോകും. റബ്ബേ, നബി എന്തിനാ നരകത്തെക്കുറിച്ച് പറഞ്ഞത്? അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഞങ്ങളത് കാണുമ്പോൾ ചിന്തിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് സംസാരിക്കുകയാണ്. വിഷയം എന്താണ്? നരകമാണ്. നരകത്തിന്റെ ആ വാക്കുകൾ നിങ്ങൾ കേൾക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നരകത്തിലെ വിറകുകൾ മനുഷ്യരാണെന്ന് ഖുർആൻ. കേൾക്കണം. യാ അയ്യുഹൻ നാസ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ
وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സൂറത്തു തഹ്രീം. വേറെ ഇടത്ത് അല്ലാഹു പറയുന്നുണ്ട്, നരകത്തിലെ വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഓ ജനങ്ങളെ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. നിങ്ങൾ സിനിമ കാണാതെ, നിങ്ങൾ വ്യഭിചാരം കാണാതെ, നിങ്ങൾ കള്ള് കുടിക്കാതെ, നിങ്ങൾ കഞ്ചാവ് വലിക്കാതെ, നിങ്ങൾ പലിശക്കെടുക്കാതെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ ശരീരങ്ങൾ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ. നിങ്ങളുടെ മാത്രം പോരാ, നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ. എന്താണ് ആ നരകത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിലെ വിറകുകൾ മനുഷ്യരാകുന്നു, കല്ലുകളുമാകുന്നു. അതല്ലെങ്കിൽ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരാകുന്നു, അല്ലാഹുവിനോട് എതിര് പ്രവർത്തിച്ചവരാകുന്നു. അല്ലാഹു പറയുകയാണ്, കല്ലുകൾ പോലും കത്തുന്ന നരകമാണ്. കല്ല് കത്തിയാൽ ആ തീജ്വാലയുടെ ചൂടെന്തായിരിക്കുമെന്നറിയുമോ? റസൂലുള്ളാഹി ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് അവിടുന്ന് പറയുകയാണ്, എന്റെ സ്വഹാബാ, അല്ലാഹു 1000 കൊല്ലം നരകത്തെ കത്തിച്ചു. നരകം വെളുത്തുപോയി. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. ആ നരകം ചുവന്നുപോയി. ആ നരകം ചുവന്നുപോയി. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. അല്ലാഹു ആ നരകത്തെ കറുപ്പിച്ചു കളഞ്ഞു. നരകം എന്ന് പറഞ്ഞാൽ അതിന്റെ തീജ്വാലകൾ വെളിച്ചമുള്ളതല്ല, അത് കൂടിരുട്ടുള്ളതാണ്, അത് കട്ട പിടിച്ച ഇരുട്ടുള്ളതാണ്. അതാണ് നരകത്തിന്റെ ഭീകരമായ അവസ്ഥ എന്ന് പറയുമ്പോ അതാ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബികളിൽ ഒരാൾ പെട്ടെന്ന് അങ്ങ് വീണുപോവുകയാണ്. അദ്ദേഹം അങ്ങ് വീണുപോയി. അദ്ദേഹം ഒരു എത്യോപ്യക്കാരനായിരുന്നു, കറുത്ത വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു. നബിയും സ്വഹാബികളും ആ മനുഷ്യന്റെ ചുറ്റുപാടും കൂടുകയാണ്. എല്ലാവർക്കും വലിയ സങ്കടമായി. അയാൾ അങ്ങനെ ബോധം കെട്ട് വീണിട്ട് അയാളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും തൊട്ടടുക്കലുണ്ട്. അങ്ങനെ അവരിയ്ക്കുമ്പോഴാണ് നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നത്, മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അങ്ങയുടെ അടുക്കൽ ഇങ്ങനെ കരഞ്ഞയാൾ? റസൂലുള്ള പറഞ്ഞു, അതിന്നാൽ ഇന്ന എത്യോപ്യക്കാരനാണ്, കറുത്ത അടിമകളിൽപ്പെട്ട ഒരാളാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ്, ജിബ്രീൽ പറയുകയാണ്, നബിയെ, എന്നാൽ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാ. അങ്ങയോടൊരു കാര്യം പറയാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ്. വഇസ്സതി വജലാലി വഅളമതി ഫൗക അർശി, എന്റെ പ്രതാപമാണ്, എന്റെ മഹത്വമാണ്, അർശിന്റെ മുകളിലുള്ള എന്റെ സ്ഥാനമാണ്. അല്ലാഹു പറയുകയാണ്, നബിയേ, മാ ബകാ അബ്ദും മിൻ ഖശിയത്തിൻ നാരി ഫിദ്ദുനിയാ, ദുനിയാവിൽ നിന്ന് ഏതെങ്കിലും ഒരടിമ അല്ലാഹുവിന്റെ നരകശിക്ഷയെ പേടിച്ചുകൊണ്ട് കരഞ്ഞാൽ, ദുനിയാവിൽ നിന്ന് കരഞ്ഞാൽ, ഇല്ലാ അക്സറതു ലഹികഹാ ഫിൽ ജന്ന,
സ്വർഗത്തിൽ അവന്റെ ചിരിയെ ഞാൻ വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ കണ്ണീരൊഴുകിയത് സീരിയൽ കണ്ടിട്ടാകരുത്, സിനിമ കണ്ടിട്ടാകരുത്, കഥകൾ വായിച്ചിട്ടാവരുത്, നോവലുകൾ വായിച്ചിട്ടാവരുത്. പടച്ചവനെ, എന്റെ അദാബ് എത്ര വലുതായിരിക്കും. അല്ലാഹുവേ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെങ്ങാനും നീ ശിക്ഷ നൽകുകയാണെങ്കിൽ അല്ലാഹുവേ, എനിക്കെന്തെല്ലാം ശിക്ഷയാ കിട്ടുക. പടച്ചവനെ, ഞാനിതാ നിന്നോട് തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന വിചാരത്തോടെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, റഹ്മാനായ റബ്ബിനെ പുൽകിയാൽ, നരകത്തെ പേടിച്ചുകൊണ്ട് കരഞ്ഞാൽ അവന്റെ ചിരി ഞാൻ സ്വർഗത്തിൽ വെച്ച് വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹു പറയുന്നതായി മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. എല്ലാവരും പറയൂ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്. ചിന്തിച്ചു നോക്കണം മുഅ്മിനീങ്ങളെ, നമ്മൾ നരകത്തെക്കുറിച്ച് അതൊരു ഹൃദയത്തിൽ അല്ലാഹു തമ്പുരാൻ തരുന്നൊരു വലിയ പേടിയാണ്. ഞാൻ സത്യത്തില് ഇന്നത്തെ ആളുകൾ പോലെയല്ലല്ലോ, മുൻഗാമികളായ ആളുകളൊക്കെ നരകത്തെക്കുറിച്ച് പറയുന്ന സദസ്സുകാരനെ കണ്ണീരിന്റെ സദസ്സായിരുന്നു. ഞാനിങ്ങനെ പറയാൻ തന്നെ കാരണം നമ്മളിങ്ങനെയൊക്കെ വാള് പറഞ്ഞിട്ട് കുറേ കാലങ്ങളായി എന്നുള്ളതുകൊണ്ടാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നരകമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു വിചാരം, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം അത് കൽബിൽ ഉണ്ടായി കിട്ടിയാൽ രക്ഷപ്പെട്ടു. പടച്ചോനെ, എനിക്കത് കിട്ടരുത്. അല്ലാഹുവേ, ഞാൻ അതിന്റെ അവകാശിയാവരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഖുർആനിലുള്ള ആയത്തുകളിൽ അല്ലാഹു അതിന്റെ കാഠിന്യം പറഞ്ഞ രംഗങ്ങൾ. ഇന്നലദൈനാ അൻകാലൗ വജഹീമാ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. റസൂലുള്ള ഈ ആയത്തോതുകയാണ്. നമ്മുടെ അടുക്കൽ കൊളുത്തുകളുണ്ടല്ലോ, നമ്മുടെ അടുക്കൽ ചങ്ങലകളുണ്ടല്ലോ, നമ്മുടെ അടുക്കൽ അല്ലാഹു പറയുകയാണ് വേദനാജനകമായ ശിക്ഷയുടെ ഭക്ഷണങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ ഓതുകയാണ്. അപ്പോഴാണ് ഒരു സഹാബി പെട്ടെന്ന് ഹൃദയാഘാതം വന്നുപോയി എന്നാണ്, അദ്ദേഹം അങ്ങോട്ട് വീണു. മരണത്തോട് മല്ലടിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഇനി ഇദ്ദേഹത്തിന് കൂടുതൽ സമയമില്ല. കാരണം നരകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പലരും പല കാര്യങ്ങൾ കേൾക്കുമ്പോഴായിരിക്കും ഇയാൾ നരകത്തെ പേടിച്ചപ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരാ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ. അയാളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതയാൾ ഇങ്ങനെ പറഞ്ഞങ്ങനെ മരിച്ചുപോയി. നബി തിരുമേനി പറഞ്ഞു, അബ്ശിർ ബിൽ ജന്ന, താങ്കൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയുക. അങ്ങനെ ജനാസ സംസ്കരണമൊക്കെ കഴിഞ്ഞ് നബിയും സഹാബികളും ഇങ്ങനെ തിരിച്ചു പോരുമ്പോ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ആ മനുഷ്യന് സ്വർഗം കിട്ടിയത്? അയാൾ മരിച്ചു, എങ്ങനെയാ സ്വർഗം കിട്ടിയത്? അല്ലാഹുവിന്റെ റസൂല സഹാബികളോട് മറുപടി പറയുകയാണ്, അമാ സമിഅതും ഖൗലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ വാക്ക് കേട്ടിട്ടില്ലയോ? ذلك لمن خاف مقامي وخاف وعيد. സ്വർഗലോകം എന്നെ ഭയന്നവർക്കും എന്റെ സ്ഥാനത്തെ ഭയന്നവർക്കും എന്റെ താക്കീതുകളെ പേടിച്ചവർക്കുമാണ് ഉള്ളത് എന്ന് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലയോ സ്വഹാബാ? ആദരവായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ പലപ്പോഴും കരുതും നരകം എന്ന് പറഞ്ഞാൽ അത് കുറെ കാലങ്ങൾക്ക് ശേഷം കിട്ടാനുള്ളതാണല്ലോ, അല്ലേ? ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നു, ഇനി ഖബറുണ്ട്, അത് കഴിഞ്ഞിട്ട് മഹ്ശറുണ്ട്, വിചാരണയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കണ്ട. എപ്പോഴാണോ നമ്മുടെ മരണം സംഭവിക്കുന്നത്, എപ്പോഴാണോ ഈ ലോകത്തോട് വിട പറയുന്നത്, അല്ലാഹുവേ ഈമാനോടെയുള്ള മരണമാക്കണേ തമ്പുരാനെ.
നമ്മൾ ഇന്നലെ ബഹുമാന്യനായ ഒരു സഹോദരന്റെ മരണവാർത്ത എന്നോട് ചെറിയാപ്പു ഹാജിയൊക്കെ പറഞ്ഞു. തൊട്ടടുക്കലുള്ള വാഴക്കാട് മഹല്ല് പ്രസിഡന്റിന്റെ മരണവാർത്ത. അല്ലാഹുവേ, ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ, അപകടങ്ങളിലൂടെ രോഗം വന്നിട്ട്, വെള്ളത്തിൽ വീണിട്ട്, വാഹനം വന്ന് ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട്, ഇപ്പൊ പത്രത്തിൽ കണ്ടില്ലേ, വാർത്തകളിൽ കണ്ടില്ലേ നിങ്ങൾ, കാഠ്മണ്ഡുവിലേക്ക് ടൂറ് പോയ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരായ 8 ആളുകൾ വിഷവാതകം ശ്വസിച്ചു മരണപ്പെട്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളു കാര്യം. അങ്ങനെ എപ്പോഴാണെന്നറിയാത്ത, ഏത് സമയത്താണെന്നറിയാത്ത, എങ്ങനെയാണെന്നറിയാത്ത ആ മരണം നമ്മെ പിടികൂടുന്ന സമയത്ത് നമുക്കറിയാം നമ്മളുടെ അവസ്ഥ എന്താണ്. നരകത്തിന്റെ അനുഭവങ്ങൾ അല്ല പറഞ്ഞുവല്ലോ, അവൻ ദുർമാർഗികളിൽപ്പെട്ട ആളാണെങ്കിൽ അവൻ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാല്ലീൻ, അവൻ വഴിപിഴച്ചു പോയ തെമ്മാടികളിൽപ്പെട്ട ആളാണ് എങ്കിൽ എന്താ ഉണ്ടാവുക? ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം. മരിക്കുന്ന സമയത്ത് അവന് നരകത്തിലുള്ള വെള്ളത്തിന്റെ ഒരു സൽക്കാരം കൊടുക്കുന്നതാണ്. നമ്മൾ നോക്കിയാൽ കാണൂല, പക്ഷെ അവന് കിട്ടും. ഹമീമിൽ നിന്നുള്ള സൽക്കാരം മരിക്കുന്ന വേളയിൽ കിട്ടുന്നതാണ്. നരകത്തിൽ കിടന്നുകൊണ്ട് മരിക്കുന്ന വേളയിൽ തന്നെ അവൻ കരിഞ്ഞു തുടങ്ങുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ 2 ഭാഗത്തും മലക്കുകൾ ഉണ്ട് എന്നത്. ഈ സദസ്സിൽ ഒരു 300 ആളുകൾ ഉണ്ട് എങ്കിൽ അതിന്റെ ഇരട്ടി മലക്കുകൾ ഇവിടെയുണ്ട്. 300ന്റെ ഇരട്ടി മലക്കുകൾ ഇവിടെയുണ്ട്. കാരണം എന്താണ്? മായൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അലൈഹിസ്സലാമും അതീദ് അലൈഹിസ്സലാമും നമ്മൾ ആരും അവരെ കണ്ടിട്ടില്ല, പക്ഷെ അവര് നമ്മോട് കൂടെയുണ്ട്. ഇൻകുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിള, എല്ലാവരോടും കൂടെയുണ്ട്. നമ്മൾ അവരെ കാണുന്ന രംഗം ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അവരെ നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മൾ മരിക്കുന്ന സമയത്താണ്. കേൾക്കണം നിങ്ങൾ, ഹദീസിൽ കാണുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്ന ഘട്ടത്തിൽ ഈ 2 മലക്കുകൾ അവന്റെ അടുക്കലേക്ക് വരികയാണ്. അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവനോട് സലാം പറയുന്നു, അവനോട് സന്തോഷം രേഖപ്പെടുത്തുന്നു. റഖീബ് അതീദ് അലൈഹിസ്സലാം ഈ മുഅ്മിനിനോട് പറയുന്നു, ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഉത്തമമായത് പ്രതിഫലം തരട്ടെ. സഹോദരാ, എത്ര നല്ല സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത്, എത്ര നല്ല കാര്യങ്ങളാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു താങ്കൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് ആ മലക്കുകൾ ഈ മരണപ്പെടുന്ന മനുഷ്യനോട് പറയും. ഈ മനുഷ്യന് സന്തോഷമാകും. പോകുന്നതിന്റെ മുമ്പ് ഒരു കാര്യം അവനോട് പറയും, അബ്ശിർ ബിൽ ജന്നാ, നിനക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് നീ മരണപ്പെടുക. എന്റെ പ്രിയപ്പെട്ടവരെ, വഴിദൂരം കൂടുതലില്ലല്ലോ. നിങ്ങളുടെ നാട്ടിലെ പള്ളിക്കാട്ടിലേക്ക്, ആ പള്ളിക്കാട്ടിൽ നിങ്ങൾ കൊണ്ടുപോയി അടക്കം ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും ഒന്നുകിൽ ഇതനുഭവിച്ചിട്ടുണ്ട്, അവിടെ റഖീബ് അതീദ് അലൈഹിമുസ്സലാമിനെ കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇവനൊരു തെമ്മാടിയാണെങ്കിൽ, ഇവനൊരു വൃത്തികെട്ടവനാണെങ്കിൽ ആ 2 മലക്കുകളും അവനോട് വരികയാണ്. അവന്റെ അടുക്കൽ വന്ന് അവർ ഭീകര സ്വരൂപികളാവുകയാണ്, അവർ കോപാകുലരാവുകയാണ്. ഇവനോട് പറയുന്നു, മനുഷ്യാ, നിനക്ക് അല്ലാഹു ഒരു നന്മയും തരാതിരിക്കട്ടെ. എന്തേ കാര്യം? നീ വളരെ മോശമായിരുന്നല്ലോ, എത്രയെത്ര ചീത്ത സ്ഥലങ്ങൾ നീ ഞങ്ങളെ കാണിച്ചു, എന്തെല്ലാം വൃത്തികേടുകൾ നീ ഞങ്ങളെ കേൾപ്പിച്ചു. അങ്ങനെയുള്ള നിനക്ക് അല്ലാഹുവിന്റെ കോപമുണ്ടാകട്ടെ. അബ്ശിർ ബിന്നാർ, നിനക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞ് ആ മലക്കുകൾ ഇവനോട് യാത്ര പറയുമെന്ന് ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, ഞങ്ങൾക്ക് കാവൽ തരണേ തമ്പുരാനെ. ആമീൻ പറയും, ഞങ്ങൾക്ക് കാവൽ തരണേ റബ്ബേ.
ലൻ യഖ്റുജ അഹദും മിൻകും മിനദ് ദുനിയാ, നിങ്ങളിൽപ്പെട്ട ഒരാളും ദുനിയാവിൽ നിന്ന് യാത്ര പോവുകയില്ല. ഹത്താ യഅലമ ഐന മസീറുഹു, അവൻ സ്വർഗാവകാശിയാണോ അതല്ല അവൻ നരകാവകാശിയാണോ എന്നറിയാതെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിൽ കാണാം, അള്ളാഹു ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുന്ന ഓരോ മനുഷ്യനും അള്ളാഹു 2 വീടുകളും കൂടെ സൃഷ്ടിക്കുന്നു. ആ വീട്ടിൽ ഒന്ന് സ്വർഗത്തിലാണ്, രണ്ടാമത്തേത് നരകത്തിലാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് വഹും ഫീഹാ ഖാലിദൂൻ. അവർ സ്വർഗത്തെ അനന്തരമെടുക്കുന്നവരാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് കാണാൻ കഴിയും. എങ്ങനെയാണ് സ്വർഗത്തെ അനന്തരമെടുക്കുന്നത്? അതിന്റെ വ്യാഖ്യാനം ഇതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോ അവന് സ്വർഗത്തിലുള്ള അവന്റെ വീട് ശരിയാകുന്നു, നരകത്തിലുള്ള അവന്റെ വീട് മറ്റുള്ള നരകവാസികൾ എടുക്കുന്നു. എന്നാൽ ഒരു നിഷേധിയായ മനുഷ്യൻ മരണപ്പെടുമ്പോ ആ മരണപ്പെട്ടവന് നരകത്തിലുള്ള വീട് അവന് തന്നെ കിട്ടും. സ്വർഗത്തിൽ അവന് വേണ്ടി പടക്കപ്പെട്ട വീട് ആ സ്വർഗത്തിൽ കടന്ന വിശ്വാസികൾ എടുക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വർഗത്തിലുള്ള വീട് കാണിക്കാതെ, നരകാവകാശിയാണെങ്കിൽ ആ വീട് നിങ്ങളെ കാണിക്കാതെ, അവന്റെ ഇരിപ്പിടം കാണിക്കാതെ ഈ ലോകത്തിൽ നിങ്ങൾ മരണപ്പെടുകയില്ല എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തൊരത്ഭുതാണല്ലേ! എന്തൊക്കെ ഈ ലോകത്തിന് കാണാനുണ്ട്. നമ്മൾ മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്ത റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ്. മഹാനുഭാവൻ വഫാത്താകാൻ കിടക്കുകയാണ്. ആ സമയത്താണ് മഹാനുഭാവന്റെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായ മർവാൻ മഹാനെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്, എന്തോ ബേജാറായതുപോലെ. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിൽ കാണുന്നുണ്ട്, വല്ലാഹി മാ അബ്കി ഹുസ്നൻ അലദ് ദുനിയാ വലാ ജസഅം മിൻ ഫിറാഖികും. ഞാൻ കരയുന്നത് ദുനിയാവിൽ നിന്ന് വേർപിരിയുകയാണല്ലോ എന്ന് പേടിച്ചിട്ടല്ല. ഞാൻ കരയുന്നത് എന്റെ ഐഹികമായ എന്തെങ്കിലും നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല. പിന്നെയോ ഞാൻ മരണപ്പെടുമ്പോ ഞാനിതാ കാത്തു നിൽക്കുകയാണ്. വലാകിൻ അന്തളിറു ഇഹ്ദൽ ബശീറൈൻ, സന്തോഷവാർത്ത അറിയിക്കുന്ന 2ൽ ആരാകും എന്റെ അടുക്കൽ വരിക? എനിക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്ന ആളാകുമോ, അതല്ല എനിക്ക് നരകമുണ്ടെന്ന് പറയുന്ന ആളാകുമോ? അതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനേ. അപ്പം മരിക്കുന്ന സമയം വലിയ പ്രതിസന്ധിയുടേതാണ്. മരിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളാണെങ്കിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നു. ഖബറിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ, നമ്മൾ തന്നെ ദുആ ചെയ്യുന്ന കാര്യമാണ്. അല്ലാഹുമ്മ ഇജ്അൽ ഖബ്റഹു റൗളതം മിൻ റിയാദിൽ ജന്ന വലാ തജ്അൽ ഖബ്റഹു ഹുഫ്റതം മിൻ ഹുഫരിൻ നീറാൻ. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്, റബ്ബേ ഈ ഖബറിലുള്ള ശിക്ഷ നീ അയാൾക്ക് നരകത്തിന്റെ കുഴിയാക്കി കൊടുക്കല്ലേ. അത് ഹദീസിൽ വന്നതാണ്. ഖബർ ഒന്നുകിൽ സ്വർഗത്തിലെ ഒരു തോട്ടമാണ് മുഅ്മിനീങ്ങളെ, അതല്ലെങ്കിൽ അത് നരകത്തിന്റെ ഒരു കുഴിയാണ്. ചോദ്യം ചെയ്ത ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല എങ്കിൽ ആ മലക്കുകൾ അവരെ അടിക്കുന്നതാണ്, മുൻകർ നക്കീർ അവരെ അടിക്കുന്നതാണ്. അവർക്ക് നരകത്തിലുള്ള ഒരു വിരിപ്പ് വിരിക്കപ്പെടുന്നതാണ്. അവർക്ക് നരകത്തിലുള്ള ചൂടിന്റെ ഒരു പലക കൊണ്ടുവരപ്പെടുന്നതാണ്. ഇങ്ങനെ ഖബർ നരകമായി മാറിയാൽ നഊദു ബില്ലാഹ്, സഹിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ മുഅ്മിനീങ്ങളെ? ഒരു വകുപ്പുമില്ല എങ്കിൽ ഒരൊറ്റ വകുപ്പേ ഉള്ളൂ.
അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. നമ്മുടെ സമയം നമ്മൾ ഇബാദത്തിന് വേണ്ടി വിനിയോഗിക്കുക. അനാവശ്യമായ വിനോദങ്ങളിൽ നിന്ന്, കളികളിൽ നിന്ന്, സമയം ചെലവഴിക്കുന്ന മറ്റു ഏർപ്പാടുകളിൽ നിന്ന് നമ്മൾ തിരിച്ചു നടന്ന് എന്റെ റബ്ബേ നിന്റെ സ്നേഹത്തിലാണ് എനിക്ക് വിലയം പ്രാപിക്കേണ്ടത്, നിന്റെ കോപം എനിക്ക് വേണ്ട അല്ലാ എന്ന് ചിന്തിക്കാൻ മുഅ്മിനീങ്ങളെ നമുക്ക് സാധ്യമാകണം. മരണവും ഖബറും ഒക്കെ നരകത്തിന്റെ തീജ്വാലകൾ. മഹ്ശറാണെങ്കിലോ ആലോചിക്കാറില്ല എന്ന് ഖുർആനാ പറഞ്ഞു, ഞാനല്ല. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഖുർആനാ പറഞ്ഞത് ജനങ്ങൾക്ക് വിചാരണയുടെ വേള അടുത്തിട്ടുണ്ട്, പക്ഷേ അവർ അശ്രദ്ധവാന്മാരാണ്. മായതീഹിം മിൻ ദിക്രിം മിർ റബ്ബിഹിം മുഹ്ദസ് ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. കൽബൊക്കെ എങ്ങനെ അശ്രദ്ധമായിട്ട് കളിക്കുന്നവരും വിനോദത്തിലേർപ്പെടുന്നവരുമായിട്ട് മാത്രമാണ് അവരാ നരകത്തെക്കുറിച്ച്, മഹ്ശറിനെ കുറിച്ച്, വിചാരണയെക്കുറിച്ച് അവർ കേൾക്കുന്നത് എന്ന് ഖുർആൻ. പടച്ചോനെ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റബ്ബേ. തോന്നിപ്പോകാറുണ്ട് ഈ പറയുന്ന നമ്മളുടെയൊക്കെ ജീവിതം പടച്ചോനെ. കാരണം എന്താ? സമയത്തിന്റെ വലിയ ഒരു ഭാഗം മൊബൈൽ ഫോൺ കവർന്നെടുക്കുന്നു. അതിലുള്ള കാഴ്ചകൾ, അതിലുള്ള അതിലുള്ള ദൃഷ്ടികൾ, അതിലുള്ള വീഡിയോകൾ, അതിലുള്ള വാർത്തകൾ. അത് കാരണത്താൽ നമ്മുടെ ഖുശൂഅ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ കഴിയണം. ഗഫ്ലത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് നമ്മൾ മോചിതരാകണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട സംഗതികളാകണം. നമ്മൾ ഇവിടെ ഓർക്കുന്ന ഈ മഹാനുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട, ഈ നാടിന് വലിയ വെളിച്ചം നൽകിയ, ഈ നാടിന് മസ്ജിദ് ഉണ്ടാക്കി തന്ന, ഈ നാടിന്റെ എല്ലാ ചലനങ്ങൾക്കും 924 അദ്ദേഹം വഫാത്താകുന്ന ആ കാലഘട്ടം വരെ അദ്ദേഹത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ആ മഹാനുണ്ടല്ലോ, അവരൊക്കെ മഹാന്മാരായത്, നമ്മുടെ വാപ്പ ഉമ്മമാർക്ക് അള്ളാഹു വലിയ സമാധാനം നൽകിയത്, അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകുന്നത്, അവർക്ക് ഗഫലത്തില്ല, അവർക്കതിന്റെ സാഹചര്യമില്ല. അൽഹംദുലില്ലാ. നമ്മളുടെ കാര്യത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളാകുമ്പോ മരണപ്പെട്ടു പോയവരെ കണ്ടിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ആലോചിക്കും, പടച്ചോനെ ഞാനായിരുന്നു ആ കൂട്ടത്തിൽ മരിച്ചതെങ്കിലെന്ന്. അതാർക്കേ തോന്നുള്ളൂ? ഈ ദുന്യാവിൽ നടക്കുന്ന ഈ ലഹളകള്, ഈ കുഴപ്പങ്ങള്, ഈ അസ്വസ്ഥതകള്, ഇത് മനസ്സിലാക്കുന്നവർക്കേ തോന്നുകയുള്ളൂ.